ഹലോ ഫ്രണ്ട്സ്, ഇനി നമുക്ക് സോയാ ചങ്ക്സ് വെച്ചിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചില്ലി സോയ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത് വെജിറ്റേറിയൻസിനും നോൺ വെജിറ്റേറിയൻസിനൊക്കെ നന്നായിട്ട് ഇഷ്ടമാവുന്ന ഒരു ഡിഷായിരിക്കും. അപ്പോൾ നമുക്കതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു 5 കപ്പ് വെള്ളം തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 കപ്പ് സോയാ ചങ്ക്സ് ഇട്ട് കൊടുക്കാം. ഇതൊരു 5 മിനിറ്റ് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. നമ്മുടെ സോയാ ചങ്ക്സ് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇത് കുക്കായി വരുമ്പോൾ ഇതൊരു ഏകദേശം ഒരു ഡബിൾ സൈസ് ആയിട്ട് വരും. ഇനി നമുക്കിത് ഈ വെള്ളത്തിൽ നിന്നും കോരിയെടുക്കാം. ഇപ്പോൾ ഞാൻ വെള്ളമെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കണം. ഞാൻ തണുത്ത വെള്ളത്തിൽ നിന്നും സോയാ ചങ്ക്സ് ഒക്കെ നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഒട്ടും വെള്ളമില്ലാതെ വേണം പിഴിഞ്ഞെടുക്കാൻ. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് മുമ്പായിട്ട് ഇതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അതിനുവേണ്ടി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നമ്മളിത് ഉപ്പിട്ടിട്ടാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിത് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചൊക്കെ ഉപ്പ് ഇതിൽ നിന്ന് പോയിട്ടുണ്ടാവും. അപ്പോൾ കുറച്ചും കൂടെ ഉപ്പ് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് 1 ടീസ്പൂൺ വെളുത്തുള്ളിൻ്റെ പേസ്റ്റ്, 1 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റ്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി. മുളക് പൊടി നന്നായിട്ട് നിറച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് കൈ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 5 മിനിറ്റ് നമുക്ക് ഇതുപോലെ തന്നെ വെക്കാം. ഇതിപ്പോൾ ഒരു ഏകദേശം 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാം. ഞാനിപ്പോൾ ഓയിൽ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ അല്പം മാത്രം ഓയിൽ എടുത്തിട്ടുള്ളൂ. നമുക്ക് കുറച്ച് സോയാ ചങ്ക്സ് മാത്രമേ ഫ്രൈ ചെയ്യാനുള്ളൂ. ഞാൻ വളരെ കുറച്ച് ഓയിലാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും. കാരണം നമ്മളിത് ആദ്യമേ വേവിച്ചെടുത്ത സോയാ ചങ്ക്സ് ആണ്. നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ആയി കിട്ടും. ഇപ്പോൾ ആയിട്ടുണ്ട്. നമുക്കിത് എടുക്കാം. ഈ ഒരു കളറാവുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് എടുക്കാം. ഞാൻ സോയാ ചങ്ക്സ് എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാന് സ്റ്റൗവിൽ വെച്ച് ചൂടാക്കിയെടുക്കാം. അതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഈ എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം.
ഒരു 2 അല്ലി വെളുത്തുള്ളി ചെറുതായി മുറിച്ചെടുത്തതാണിത്. നമുക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കൊരു പച്ചമുളക് മുറിച്ചെടുത്തതും ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അധികം വഴണ്ടി പോകരുത്. ഇത് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമുക്ക് ഇതുപോലെ വഴറ്റിയെടുക്കാൻ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് സവാള ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു ചെറിയ സവാള ക്യൂബ്സ് ആക്കി മുറിച്ചെടുത്തതാണിത്. ഇത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 3/4 കപ്പോളം ക്യാപ്സിക്കം മുറിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ഞാനിവിടെ 3 കളറ് ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. പിന്നെ സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് പാർട്ട് നമുക്ക് ഈ ഒരു ടൈമിൽ ഇതിലേക്ക് ചേർക്കാം. അല്പം ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ വേണ്ടത് 4 ടേബിൾ സ്പൂൺ കെച്ചപ്പാണ്. ടൊമാറ്റോ സോസോ അല്ലെങ്കിൽ കെച്ചപ്പോ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ വിനാഗിരി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര. ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് വഴണ്ടി വരുമ്പോൾ ഒരു 2 ടീസ്പൂൺ കോൺഫ്ലവർ ഒരു 1/4 കപ്പ് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതാണിത്. നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് തിളച്ച് വരട്ടെ. തിളച്ച് കുറുകി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച സോയാ ചങ്ക്സ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചില്ലി സോയ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് നമുക്ക് ഇതിലേക്ക് കുറച്ച് സ്പ്രിംഗ് ഓണിയൻ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യാം. നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചില്ലി സോയ ഇവിടെ റെഡിയായി. ഇനി നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഇതാ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സോയാ ചില്ലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എല്ലാവർക്കും ഇഷ്ടമാവും. എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി അടുത്ത നല്ല റെസിപ്പിയുമായി വരുന്നത് വരെ താങ്ക് യു.